നമ്മുടെ കേരളത്തിൽ മാനുഫാക്ചറിംഗ് ചെയ്യുന്ന ഒരു എഞ്ചിൻ ഓയിൽ ബ്രാൻഡ് ഉണ്ട്, AGL പ്രൈവറ്റ് ലിമിറ്റഡ്. അതും സാധാരണ ഒരു ബ്രാൻഡ് അല്ല, ഗൾഫ് കൺട്രീസിൽ എക്സ്പോർട്ട് ചെയ്യുന്ന, അതും എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ള ഒരു ബ്രാൻഡ് കൂടിയാണ്. അപ്പോൾ ആ ബ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്ന 1-2 നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇന്ന് ഞാൻ എത്തിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതും ആർക്കൊക്കെ ഈ ബിസിനസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഈ ബ്രാൻഡിന്റെ ഓണറും പിന്നെ ഈ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ട്. സോ ലെറ്റ്സ് ഗോ ഇൻടു ദ വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ AGL പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഫൗണ്ടറായ ആന്റണി ചേട്ടൻ. കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർ, വെൽക്കം ടു ദി ഷോ. അപ്പോൾ സർ, എങ്ങനെ പോകുന്നു ബിസിനസ് ഒക്കെ? എത്ര വർഷമായി നമ്മുടെ ഈ ഒരു എഞ്ചിൻ ഓയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ബ്രാൻഡ്? ഞങ്ങൾ 2017 ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേരളത്തിൽ. അതിന് മുമ്പ് നമുക്കുണ്ടായിരുന്നു, നമ്മൾ ഗൾഫ് കൺട്രീസിലുണ്ടായിരുന്നു. 2017 ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നമ്മൾ എക്സോൾ ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ 8 വർഷത്തോളമായി. നന്നായിട്ട് പോകുന്നുണ്ട്. ഓൾ കേരള നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. പിന്നെ കേരള, തമിഴ്നാട്, കർണാടകം, ഒഡീഷ, ഹൈദരാബാദ്, തെലുങ്കാന ഇത്തരം സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ അവിടെ ഉണ്ട്. പിന്നെ ഗോവയുണ്ട്. ഗോവയിൽ നമുക്ക് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്. ഓക്കെ. നമുക്കിപ്പോൾ കുറേ അധികം ബ്രാൻഡ്സ് ഉണ്ടല്ലോ, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് പരസ്യങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടുവന്ന കുറച്ചധികം ബ്രാൻഡ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ ആക്സോള് വ്യത്യസ്തമായിരിക്കുന്നത്? നമ്മുടെ പ്രൊഡക്ഷൻ ട്രിവാൻഡ്രത്താണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് IOCയുടെ ബേസ് ഓയിൽ, 100% വെർജിൻ ബേസ് ഓയിൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് അഡിറ്റീവ്സ്, ഓരോ ഗ്രേഡിനും വേണ്ട അഡിറ്റീവ് പാക്കേജുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഒരു പ്രീമിയർ വാഹനങ്ങൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ക്വാളിറ്റി നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഇതേ കാരണം കൊണ്ട് തന്നെയാണ് നമ്മുടെ ഗൾഫ് കൺട്രീസിലേക്ക് നമുക്ക് നമ്മുടെ ഓർഡറുകൾ ഉണ്ട്. നമുക്ക് അവിടെ ഡിസ്ട്രിബ്യൂട്ടറും ഉണ്ട്. അവിടുത്തെ എക്സ്പോർട്ട് ഓർഡറുകളുണ്ട്. അപ്പം അവിടെ ഈ ടൊയോട്ടയുടെയും ലെക്സസിൻ്റെ വരെ ഏറ്റവും പ്രീമിയം വണ്ടികളിൽ പോലും നമ്മുടെ ഓയിലുകൾ യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കസ്റ്റമറുകൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ഓയിലിനെ കുറിച്ച് നമുക്ക് മെയിനായിട്ടും പറയാനുള്ളത്. കേരളത്തിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന എഞ്ചിൻ ഓയിൽ ബ്രാൻഡ്, അപ്പോൾ എന്തൊക്കെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ മെയിനായിട്ടും ഡിസ്ട്രിബ്യൂഷൻ ഓപ്പർച്യൂണിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് 2 ബ്രാൻഡുണ്ട്. ഇപ്പോൾ എക്സോള്, പെട്രോളക്സ്, ഈ 2 ബ്രാൻഡിൻ്റെയും നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാവുന്നതാണ്. ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ ചെയ്യുന്ന സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പുതിയതായിട്ട് ഈ മേഖലയിലേക്ക് വരുന്ന ഒരാൾക്ക് പോലും, യാതൊരു പ്രീ എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാൾക്ക് പോലും ഇതിനകത്ത് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ സാധാരണയായിട്ടും കൂടുതലായിട്ടും വരുന്നത് വെച്ചാൽ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ, അവർ കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ആ പൈസ ലോസ് ആകാൻ പാടില്ല. അപ്പോൾ അവർക്ക് ആ ഒരു ലോസ് വരാത്ത രീതിയിൽ അവർക്ക് എങ്ങനെയും അത് മാർക്കറ്റിംഗ് സപ്പോർട്ട് കൊടുത്ത് അവർക്ക് മാക്സിമം പ്രോഫിറ്റ് എടുത്ത് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഉള്ളത് ഒരു ഫ്രാഞ്ചൈസി മോഡലാണ്. അത് നമ്മൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ ഫ്രാഞ്ചൈസിയിലിരുന്നാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. എല്ലാ തരത്തിലുള്ള കാർ കെയർ സൊല്യൂഷൻസും ഒരൊറ്റ സ്പേസിൽ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സൊല്യൂഷനാണത്. ഇവിടെ നമ്മൾ കാർ വാഷ്, ഓയിൽ ചേഞ്ച്, ഡോർ സെയില്, ഡീറ്റെയിലിങ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓ, അങ്ങനെയാണല്ലേ. ഈ ഫ്രാഞ്ചൈസി മോഡൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? തീർച്ചയായും. നമ്മളിപ്പോൾ ഓൾ കേരള ആയിട്ട് നമ്മൾ ഫ്രാഞ്ചൈസി ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു എക്സ്ക്ലൂസീവ് ബ്രാൻഡഡ് ഷോറൂമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിലേക്ക് നമ്മൾ വരുന്നതെന്ന് വെച്ചാൽ കാർ വാഷ് ഉണ്ടാവും, ഓയിൽ ചേഞ്ച് ഉണ്ടാവും, ഔട്ട്ലെറ്റ്, ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ടാവും. പിന്നെ നമ്മുടേതായിട്ടുള്ള ഫിൽറ്റർ, എയർ ഫിൽറ്റർ, ഓയിൽ ഫിൽറ്റർ എല്ലാം ഉണ്ടാവും. പിന്നെ കാർ കെയർ ഐറ്റംസ് നമ്മുടെ തന്നെ കാർ കെയർ ഐറ്റംസും കൂടെ ഉണ്ടാവും. പിന്നെ ഇതൊരു പല മോഡലിൽ, അതായത് ബൈക്ക് സെഗ്മെൻറ്റ്, കാർ സെഗ്മെൻറ്റ്, അങ്ങനെ പല രീതിയിൽ അത് ഫ്രാഞ്ചൈസി മോഡലിനെ തന്നെ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. താഴെ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. അപ്പം ഓൾ കേരള ആയിട്ട് നമ്മൾ ഫ്രാഞ്ചൈസി മോഡൽ നമ്മൾ നോക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് സമീപിക്കാവുന്നതാണ്. ഡിസ്ട്രിബ്യൂഷൻ എന്ന രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ജില്ലയിലൊരു 4 ഡിസ്ട്രിബ്യൂട്ടർമാർ, നമ്മൾ പ്രൊഡക്റ്റ് അവർക്ക് എത്തിച്ചു കൊടുക്കുന്നു, നമ്മൾ മാർക്കറ്റിംഗ് സപ്പോർട്ട് കൊടുക്കുന്നു, അവർ
പ്രൊഡക്റ്റ് കൊണ്ടുപോയി മാർക്കറ്റുകളിൽ വർക്ക്ഷോപ്പുകളാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ വർക്ക്ഷോപ്പുകളിൽ സപ്ലൈ ചെയ്യുക. അപ്പം ഇതിന് മാർക്കറ്റിങ്ങിന് വേണ്ട സപ്പോർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. എല്ലാ തരത്തിലുള്ള പ്രൊഡക്റ്റും, അതായത് എക്സോൾ, പെട്രോളക്സ് ബ്രാൻഡുകളിൽ വരുന്ന സ്കൂട്ടറുകൾ തൊട്ട് ട്രക്കുകൾ, ഹെവി ട്രക്കുകളുടെ വരെയും പിന്നെ ഇൻഡസ്ട്രിയിലും ഉൾപ്പെടെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ കേരള ഡിസ്ട്രിക്ട് വൈസ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറെ ക്ഷണിക്കുന്നുണ്ട്. ഓരോ ആൾക്കാർക്ക് അവരവരുടെ ഏരിയ വളരെ സ്പെസിഫൈ ചെയ്തിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ എഗ്രിമെൻറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പം അത് ഒരിക്കലും അവർക്കൊരു പ്രശ്നം വരികയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്ലാഷ് ഒരിക്കലും ഉണ്ടാവുകയില്ല. പിന്നെ അങ്ങനെ ചെയ്യണല്ലേ, ഏതാ ക്ലാഷ് വരാതിരിക്കാനായിട്ടാണ്. അതെ, ക്ലാഷ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ എഗ്രിമെൻറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ മാർക്കറ്റിംഗ് സപ്പോർട്ട്, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. മാർക്കറ്റിംഗ് സപ്പോർട്ട് വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രാൻഡിങ്, ഇതൊക്കെ സപ്പോർട്ടുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. ഇതാണ് നമ്മൾ മറ്റു ബ്രാൻഡുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. ഇപ്പം നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത് ഇവിടെ പത്തനംതിട്ടയിലെ എക്സോളിൻ്റെ ഫ്രാഞ്ചൈസിയിലാണ്. ഇപ്പോൾ നമ്മൾ ഫ്രാഞ്ചൈസിയുടെ ഓണർ മിസ്റ്റർ ബിജുവിനെ നമ്മളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻ്റണി ചേട്ടൻ പറഞ്ഞ നമ്മുടെ ഫ്രാഞ്ചൈസിൻ്റെ ഓണർ ബിജു സാറ്. അപ്പോൾ സാറിന് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഓക്കെ. അപ്പം ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് 2 വർഷമായി. അപ്പം ഞങ്ങൾ അളിയനും ഞങ്ങളും കൂടെ ചേർന്നാണ്. പുള്ളി TM വർഗീസ് എന്ന് പറയും, ദുബൈയിലാണ്. അപ്പം പുള്ളി ഞങ്ങളിവിടെ കാർ സർവീസും ബാക്കി കാറിൻ്റെ വണ്ടികളുടെ അനുബന്ധിച്ചിട്ടുള്ള എല്ലാം ബിസിനസ്സാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പുതുതായിട്ടൊരു ബിസിനസ് ആരംഭിക്കുന്നത് നോക്കിയപ്പോൾ ഓയിൽ ചേഞ്ചിങ് നല്ലതാണെന്ന് തോന്നി. കാരണം കാറുമായിട്ടും വണ്ടികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതായതുകൊണ്ട് ഓയിൽ ചേഞ്ച് ചെയ്യാൻ നമുക്ക് തുടങ്ങി. അങ്ങനൊരു പ്ലാൻ ഞങ്ങൾ ഇട്ടു. അപ്പം നമ്മൾ ആൻ്റണി ചേട്ടനെ ബന്ധപ്പെട്ടു. അളിയൻ TM വർഗീസ് അളിയൻ വിളിച്ചതിന് ശേഷം ചേട്ടൻ എന്നെ വന്ന് കണ്ടു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു. അതിന് ശേഷമാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ആക്സോൾ ചൂസ് ചെയ്തത്? ആക്സോള് ചൂസ് ചെയ്യാനുള്ള കാരണം ഞാൻ ആദ്യം പറഞ്ഞത് തൊട്ട് നമ്മുടെ വണ്ടികളുടെ ഫീൽഡ് ആയതുകൊണ്ട് നമുക്ക് ഓയിൽ ചേഞ്ചും കൂടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മെയിനായിട്ടുള്ളത് നമുക്ക് ഓയിലാണല്ലോ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു ബ്രാൻഡഡ് ഐറ്റം, സാധാരണയുള്ള ഓയിൽ അല്ല, നമുക്കൊരു ബ്രാൻഡഡ് ഐറ്റം വേണം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ അന്വേഷിച്ചപ്പോൾ ഞാനും അളിയനും അന്വേഷിച്ചു. അപ്പം പുള്ളി അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് ആക്സോൾ എന്ന് പറഞ്ഞ ഓയിൽ നമുക്കൊരു ബ്രാൻഡഡ് ഐറ്റം ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായത്. കാരണം ട്രിവാൻഡ്രമാണ് അവിടെ ബേസ്ഡെങ്കിലും ഇവിടുന്ന് നമ്മൾ അത് ഗൾഫിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനമാണ്. അപ്പം ഓയിലിൻ്റെ നാടായ ഗൾഫിലേക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്രയും ബ്രാൻഡഡ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള നല്ലൊരു ഓയിലായിരിക്കും ആക്സോൾ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതിനുശേഷം അളിയൻ ആൻ്റണി ചേട്ടനെ ബന്ധപ്പെട്ടു. ചേട്ടൻ എന്നെ വന്ന് കണ്ടു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഓയിൽ എടുക്കാമെന്ന് വിചാരിച്ചത്. അതുമാത്രമല്ല, ഇതിന് നമുക്ക് പല പ്രയോജനങ്ങൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ വർക്ക്ഷോപ്പുകാരെയാണ് ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്റ്റാഫ് തന്നെ പറഞ്ഞു ഇത് വളരെ ക്വാളിറ്റിയുള്ള ഒരു ഓയിലാണെന്ന് അവർ പറഞ്ഞു. നമ്മൾ ഈ കൊടുക്കുന്ന വർക്ക്ഷോപ്പിൽ നമ്മൾ അന്വേഷിക്കാറുണ്ട് ഇതെങ്ങനെ ഉണ്ട്, പുതിയൊരു പ്രൊഡക്റ്റ് ആണല്ലോ. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ ഞങ്ങളാണത് എൻ്റെ ഫ്രാഞ്ചൈസി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവിടെയെല്ലാം അന്വേഷിക്കാറുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു നല്ല ഓയിലാണ്, നമ്മൾ നേരത്തെ ഓയിൽ ചെയ്യുന്നതിനേക്കാളും കസ്റ്റമറും സാറ്റിസ്ഫൈഡ് ആണെന്ന് അവർ പറഞ്ഞു. എന്തൊക്കെ സപ്പോർട്ടാണ് നമ്മുടെ ബ്രാൻഡിൽ നിന്ന് വരുന്നത്? നമുക്ക് ഞങ്ങളിത് തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയുള്ളൂ. എങ്കിലും നമുക്കിപ്പോൾ ഏത് സമയത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് പുതുതായിട്ടൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിൻ്റെ ഡൗട്ടുകൾ കാണുമല്ലോ. അപ്പോൾ ഏത് നേരത്ത് വിളിച്ചാലായാലും അനിൽ ചേട്ടനായാലും സതീഷ് സാറായാലും എല്ലാവരും നമ്മളെ ഫോൺ അറ്റൻഡ് ചെയ്യാറുണ്ട്, ഇല്ലെങ്കിൽ തിരിച്ച് വിളിക്കാറുണ്ട്, നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാറുണ്ട്. ഇത് കേരളത്തിൽ തന്നെയുള്ളൊരു സ്ഥാപനമായതുകൊണ്ട് നമുക്കുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്ത് നമുക്കിപ്പോൾ ഇപ്പം ഡൽഹിയിൽ നിന്ന് വേറെയുള്ള അതർ സ്റ്റേറ്റുകളിൽ നിന്നെല്ലാം പുതിയ ഓയിലുകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ പഴയ ഓയിലുകളുണ്ട്. ഇവരൊക്കെ നമുക്ക് തന്നിട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ റെസ്പോൺസ് ചെയ്യാനുള്ള താമസം, അവർ ട്രാവൽ ഇല്ലെങ്കിൽ സാധനം കൊണ്ടുതരാനുള്ള താമസം എല്ലാം ഒരുപാട് ലേറ്റാവും. പക്ഷേ ഇവിടെയാണെങ്കിൽ നമുക്ക് ട്രിവാൻഡ്രം ആയതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇവർക്ക്, ഞങ്ങളെ മാത്രമല്ല വേറെ എവിടെ വേണമെങ്കിലും അവർക്ക് പെട്ടെന്ന് കൊണ്ടെത്തിക്കുവാനും സാധിക്കും. ഏതെങ്കിലും ഒരു സ്റ്റാഫിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും അവർക്ക് വേഗം സാധിക്കും. അപ്പം ഇതിൻ്റെ മെയിനായിട്ടുള്ളത് ഞങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത് നമുക്ക് മാർക്കറ്റിംഗ്. അപ്പോൾ മാർക്കറ്റിംഗ് ഞങ്ങളുടെ ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ പോയി പറയുന്നതിനപ്പുറമായിട്ട് അവരുടെ ഒരു സ്റ്റാഫ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിംഗ് നമ്മൾ വർക്ക്ഷോപ്പിൽ പോയിട്ട് നമുക്ക് ഒന്നും കൂടെയൊക്കെ ഒന്ന് ക്ലിയറായിട്ട് അവരുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും.
അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അവിടുന്ന് മാർക്കറ്റിംഗ് നമുക്ക് സ്റ്റാഫിനെ വിട്ടു തന്നിട്ടുണ്ട്. നമുക്ക് എല്ലാ സപ്പോർട്ടും അവർ ചെയ്തു തരുന്നുണ്ട്. നമ്മുടെ ഫ്രാഞ്ചൈസിക്ക് വേണ്ടതായിട്ടുള്ള ഇപ്പോൾ ബോർഡ് വെക്കാനായാലും ഫ്ലെക്സ് വെക്കാനായാലും എല്ലാ ഫിനാൻഷ്യലി ആയാലും ഹെൽത്തി എങ്ങനെ ആയാലും ഉള്ള സപ്പോർട്ടുകൾ അവർ ചെയ്തു തരുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു ഫ്രാഞ്ചൈസിന്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണ്? അതേപോലെ തന്നെ ഇവിടെ വേറെ എന്തൊക്കെ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ കലഞ്ഞൂരിൽ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റാണ് എങ്കിലും കലഞ്ഞൂർ വലിയ പള്ളിക്ക് നേരെ ഓപ്പോസിറ്റാണ് പെർഫെക്റ്റ് ഓട്ടോ കെയർ എന്ന് പറഞ്ഞ സ്ഥാപനമാണ്. ഇത് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഉള്ളത് യൂസ്ഡ് കാറിൻ്റെ ബിസിനസ് ഉണ്ട്, അതേപോലെ തന്നെ കാർ സർവീസ്, കാർ വാഷിങ്, ഡീറ്റെയിലിങ്, സെറാമിക് കോട്ടിങ്, ഗ്രാഫൈൻ കോട്ടിങ്, പോളിഷിങ്, അതുപോലെ തന്നെ അണ്ടർ കോട്ടിങ്, സൺ ഫില്ലിങ്, ഒരു വാഹനത്തിന് വേണ്ട ആവശ്യമായിട്ടുള്ള എല്ലാ ആക്സസറീസ് ഉണ്ട്. എല്ലാ സർവീസുകളും ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഓയിൽ ചേഞ്ചും കൂടെ സ്റ്റാർട്ട് ചെയ്തത്. ഓയിൽ ചേഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്കിപ്പം കേരളത്തിലായാലും എവിടെയായാലും കിട്ടാവുന്നതിൽ ഏറ്റവും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു ടീമിനെയാണ് നമുക്ക് കിട്ടിയത്. എങ്ങനെ പോകുന്നു ഇപ്പോൾ ബിസിനസ് ഒക്കെ? നമ്മളിപ്പോൾ കുറച്ച് നാളെ ആയുള്ളൂ തുടങ്ങിയിട്ട്, എന്നാലും എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഇതിൻ്റെ മെയിനായിട്ട് പത്തനംതിട്ട, നമ്മുടെ പത്തനാപുരം, കുന്നിക്കോടിനിപ്പുറം, പുനലൂരിനിപ്പുറം ഈ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ ഞങ്ങളാണ് ഇവിടുത്തെ ആക്സോളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തത് ഞങ്ങളാണ്. അപ്പം ഇവിടെയുള്ള എല്ലാ വർക്ക്ഷോപ്പുകളിലും നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അവരെല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. നല്ല ഓയിലാണെന്നുള്ള അഭിപ്രായം തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ കേട്ടു എന്താണ് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതും ആർക്കൊക്കെയാണ് ഈ ബിസിനസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ. ഇതിന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസും എല്ലാം നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ വീണ്ടും വരും. Until then, I'm Aroma signing off from Enter Business. Bye bye.